ഹായ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോബ്ലമാണ്. 2^256 എന്നുള്ള ഒരു സംഖ്യനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റിമൈൻഡർ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2^256 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് റിമൈൻഡർ കിട്ടും? നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2^256 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2^4 4^64 എന്ന് എഴുതാൻ പറ്റും. എന്താ കാരണം? നമ്മളിങ്ങനെ ഒരു തിയറി പഠിച്ചിട്ടുണ്ടല്ലേ, a⁻m⁴n എന്ന് പറയുന്നത് a⁻mn ആണ്. അപ്പോൾ ഈ 256നെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഫാക്ടറൈസ് ചെയ്തു. 256നെ നമുക്ക് എന്ത് എഴുതാം? 64 × 4 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇഫ് 256 = 64 × 4 നമുക്കിത് ഇങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ ഇതിനെ ഈ a⁻mn-നെ 64 × 4-നെ നമ്മൾ a⁻m⁴n എന്ന് എഴുതി. അങ്ങനെയാണ് 2^4 64 എന്ന് എഴുതിയത്. ഇനി ഈ 2^4 എന്താ? 16 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം? 2^256 എന്ന് പറഞ്ഞാൽ 16^64 ആണെന്ന് എഴുതാൻ പറ്റും. ഇനി അതിന് ശേഷം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 17 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ 16 എന്നുള്ള സംഖ്യയിലേക്ക് ഇതിനെ മാറ്റിയതും. ഓക്കെ, അപ്പോൾ ഈ 16 എന്ന് പറഞ്ഞാൽ എന്താ? -1 mod 17 ആണ്. അതായത് 16നെ നമുക്ക് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പറ്റില്ല അല്ലേ? 16/17 എന്ന് പറയുന്നത് പറ്റില്ല. നമുക്ക് 16 തന്നെ റിമൈൻഡറായി കിട്ടും. ഇനി തിരിച്ച് 17നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലോ റിമൈൻഡർ 1 ആയിരിക്കും. അപ്പോൾ ഈ 16നെ നമുക്ക് ഇങ്ങനെ എഴുതാം, -1 mod 17 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2^256നെ 16^64 എന്ന് നമ്മൾ നേരത്തെ എഴുതി. അതിൽ ആ 16നെ നമ്മൾ എന്താക്കി എഴുതി? -1^64 mod 17. ഇതിനെ നമുക്ക് എന്തുണ്ടാവില്ല, പവർ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, -1^64 മാത്രം നമ്മൾ നോക്കിയാൽ ഇത് മൊത്തത്തിൽ നമ്മളിങ്ങനെ പവറായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് -1 × -1 എന്ന് പറഞ്ഞാൽ -1² എത്രയാണ്? 1 ആണല്ലേ? ഓക്കെ, അപ്പോൾ ഈവൺ ആണ് എക്സ്പോണൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവായി മാറും. അപ്പോൾ ഇവിടെ ഈവൺ അല്ലേ എക്സ്പോണൻറ്റ് 64 എന്ന് പറയുമ്പോൾ. അപ്പോൾ -1^64 എന്ന് പറഞ്ഞാൽ +1 തന്നെ വരും. 1 mod 17 ആവും. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഒന്നുമില്ല, 256 എന്നുള്ള എക്സ്പോണൻറ്റിനെ നമ്മൾ 4^64 എന്നാക്കി ഈ ഒരു തിയറം വെച്ചിട്ട്, പിന്നെ അതിനെ 2^4നെ 16 ആക്കി. ഈ 16 നമ്മൾ -1 mod 17 എഴുതി. കാരണം എന്താ? 17/16 റിമൈൻഡർ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഫോമിലേക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതുന്ന സമയത്ത് -1ൻ്റെ മേലെ മാത്രമാണ് എക്സ്പോണൻറ്റ്, അത് 1 ആയി. അങ്ങനെ റിമൈൻഡർ 1 ആയി. ദാറ്റ്സ് ഇറ്റ്. ഇതൊരു PYQ ആണ്, പ്രീവിയസ് ഇക്വേഷൻ ആണ്.